RIC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ഡ്രയർ ഫിൽട്ടർ എന്ന കമ്പോണൻറ്റിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു റെഫ്രിജറേറ്ററിൻ്റെ കമ്പോണൻസ് അടങ്ങുന്ന ഒരു ഡയഗ്രമാണ്. അപ്പോൾ അതിൽ കണ്ടൻസറിൻ്റെയും ക്യാപ്പിലറി ട്യൂബിൻ്റെയും ഇടയ്ക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഈ കമ്പോണൻറ്റിനെയാണ് നമ്മൾ ഡ്രയർ ഫിൽട്ടർ അതല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഈ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനുള്ളിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യുന്ന റെഫ്രിജറൻ്റ് ലിക്വിഡിലുള്ള പൊടി പടലങ്ങളെയും ഈർപ്പത്തിനെയും സെപ്പറേറ്റ് ചെയ്യുക എന്നതാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇവിടെ എക്സ്പാൻഷൻ ഡിവൈസായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ക്യാപ്പിലറി ട്യൂബിൽ അത് ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവാപറേറ്ററിൽ കൂളിംഗ് എഫക്റ്റ് കിട്ടാതെ വരും. അതുകൊണ്ട് ഈ എക്സ്പാൻഷൻ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൽവിൻ്റെ തൊട്ട് മുമ്പിലായിട്ടായിരിക്കും ഈ ഡ്രയർ ഫിൽട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇനി നമുക്ക് പലതരത്തിലുള്ള ഡ്രയർ ഫിൽറ്ററുകൾ ഏതെല്ലാമെന്നും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളതെന്നും എങ്ങനെയാണ് അവ പ്രവർത്തിക്കുന്നതെന്നും നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു പെൻസിൽ ടൈപ്പ് ഡ്രയർ ഫിൽറ്ററാണ്. ഈ പുറമേയുള്ള കവറിംഗ് എന്ന് പറയുന്നത് കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് രണ്ട് എൻഡ് ഉള്ളതായിട്ട് കാണാം. അപ്പോൾ അതിൽ ഈ വലത്തെ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് അവിടെ ക്യാപ്പിലറി ട്യൂബ് കണക്ട് ചെയ്യാനുള്ള രണ്ട് പോർട്ടാണ്. ഇടതേ ഭാഗത്താണ് നമ്മൾ കണ്ടൻസറിൽ നിന്നുള്ള ലിക്വിഡ് ഔട്ട്ലെറ്റ് കണക്ട് ചെയ്യുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് ഇതിലുള്ളത്. ഒന്നാമത്തേന്ന് പറയുന്നത് ഇതിനുള്ളിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് പൊടി പടലങ്ങളെ അരിച്ചു മാറ്റാൻ വേണ്ടി ഒരു മെഷ് അതല്ലെങ്കിൽ വല ഉണ്ടാവും. രണ്ടാമത് റെഫ്രിജറൻറ്റിലുള്ള ഈർപ്പത്തെ വലിച്ചെടുക്കാൻ വേണ്ടി അതിൽ ഡെസിക്കൻ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടാവും. രണ്ട് തരത്തിലുള്ള ഡെസിക്കൻ്റുകളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്നാമത് സിലിക്ക ജെൽ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. രണ്ടാമത് മോളിക്കുലാർ സീവ്സ് എന്ന് പറയുന്ന കെമിക്കലാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഡ്രയർ ഫിൽറ്ററിൽ കണ്ടൻസറിൽ നിന്നുള്ള ലിക്വിഡ് ഔട്ട്ലെറ്റ് കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത് ഇടത് ഭാഗത്തും ക്യാപ്പിലറി ട്യൂബിലേക്കുള്ള കണക്ഷൻ കൊടുക്കുന്നത് വലത് ഭാഗത്തു നിന്നുമാണ്. സാധാരണയായിട്ട് ബ്രേസിംഗ് ടെക്നിക്ക് വഴിയാണ് ഇതിലുള്ള കോപ്പർ ട്യൂബുകളും കൂടാതെ ക്യാപ്പിലറി ട്യൂബും ഒക്കെ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഹോളിനുള്ളിലൂടെ കാണിച്ചിരിക്കുന്നത് ഇതിനുള്ളിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ അരിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു മെഷാണ്. ഇതുപോലെ തന്നെ മറ്റൊരു മെഷ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ടാകും. ഇവിടെയാണ് നമ്മൾ ക്യാപ്പിലറി ട്യൂബ് കണക്ട് ചെയ്യുന്നത്. രണ്ട് ക്യാപ്പിലറി ട്യൂബ് നമുക്ക് അതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. സ്പ്ലിറ്റ് AC-കളിലാണ് ഇത്തരത്തിലുള്ള ഡ്രയർ ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫ്രിഡ്ജുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഡ്രയർ ഫിൽറ്ററാണ്. അപ്പോൾ അതിന് നേരത്തെ കാണിച്ച പോലെ തന്നെ രണ്ട് സൈഡുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു സൈഡിൽ ഹോളിന് വലിപ്പം കൂടുതലും മറ്റേ സൈഡിൽ ഹോളിൽ വലിപ്പം കുറവുമാണ്. അപ്പോൾ ഈ ഭാഗത്താണ് വലിപ്പം കുറഞ്ഞ ഭാഗത്താണ് നമ്മൾ ക്യാപ്പിലറി ട്യൂബ് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതായത് വലിപ്പം കൂടിയ സൈഡിലാണ് നമ്മൾ കണ്ടൻസറിൽ നിന്നുള്ള ലൈൻ കണക്ട് ചെയ്തത്. അപ്പോൾ ഇത് 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചിൻ്റെ കോപ്പർ ട്യൂബാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇതിനുള്ളിൽ ഡെസിക്കൻ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് ഈർപ്പത്തിനെ വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡ്രയർ ഫിൽറ്റർ നമ്മൾ ഒരു കാരണവശാലും അത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ അന്തരീക്ഷത്തിൽ തുറന്നു വയ്ക്കാൻ പാടില്ല. കാരണം അന്തരീക്ഷത്തിലുള്ള ഈർപ്പം അത് വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി ഡ്രയർ ഫിൽറ്റർ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ രണ്ട് ക്യാപ്പ് കൊണ്ട് അടച്ചിട്ടാണ് നമുക്ക് കിട്ടുക. ഇവിടെ കാണിച്ചിരിക്കുന്നത് പല തരത്തിലുള്ള പെൻസിൽ ടൈപ്പ് ഡ്രയർ ഫിൽറ്ററുകളാണ്. നേരത്തെ പറഞ്ഞ സ്പ്ലിറ്റ് AC, റെഫ്രിജറേറ്റർ ഇവയ്ക്ക് പുറമെ ഇവ വാട്ടർ കൂളർ, വിസിബിൾ കൂളർ, ഡീപ് ഫ്രീസർ അങ്ങനെ നിരവധി ഉപകരണങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതേ രൂപത്തിൽ തന്നെ സ്ട്രെയിനർ എന്ന് പറഞ്ഞ് മറ്റൊരു കമ്പോണൻറ്റ് പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ അരിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള വല അല്ലെങ്കിൽ മെഷ് മാത്രമേ ഉണ്ടാവൂ. അതിൽ ഡെസിക്കൻ്റ് എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ടാവില്ല. ഇവിടെ കാണിച്ചിരിക്കുന്നത് മോളിക്കുലാർ സീവ് ടൈപ്പ് ഡ്രയർ ഫിൽറ്ററാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഡെസിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് മോളിക്കുലാർ സീവ്സ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. ഇത്തരത്തിലുള്ള ഡ്രയർ ഫിൽറ്ററുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഡീപ് ഫ്രീസർ കൂടാതെ ഡക്റ്റബിൾ സ്പ്ലിറ്റ് AC മുതലായിട്ടുള്ള ഉപകരണങ്ങളാണ്. ഇത്തരത്തിലുള്ള ഡ്രയർ ഫിൽറ്ററുകൾ ഒരു നിശ്ചിത ടൈപ്പ് റെഫ്രിജറൻറ്റിന് മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് പുറത്ത് അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന റെഫ്രിജറൻസ് എഴുതിയിട്ടുണ്ടാവും. അതുകൂടാതെ ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു ആരോ മാർക്ക് കാണാം. അപ്പോൾ ഈ ആരോ മാർക്കിൻ്റെ ഇടത് ഭാഗം നമ്മൾ കണ്ടൻസറിൻ്റെ ഔട്ട്ലെറ്റിലും ആരോ മാർക്കിൻ്റെ വലത് ഭാഗം എക്സ്പാൻഷൻ വാൽവിലേക്കുള്ള കണക്ഷനിലുമാണ് കൊടുക്കേണ്ടത്. ഈ രീതിയിൽ കണക്ട് ചെയ്താൽ മാത്രമേ അതിനുള്ളിൽ റെഫ്രിജറൻറ്റ് കറക്റ്റായ രീതിയിൽ പാസ് ചെയ്യൂ. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള മോളിക്കുലാർ സീവ് ടൈപ്പ് ഡ്രയർ ഫിൽറ്ററിൻ്റെ കട്ട് ചെയ്ത ഒരു വ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് മോളിക്കുലാർ സീവ് എന്ന് പറയുന്ന കെമിക്കൽ ഫില്ല് ചെയ്തതായിട്ട് കാണാം. കൂടാതെ അതിൻ്റെ രണ്ട് സൈഡിലും പോളിയസ്റ്റർ ഫിൽറ്ററുകളുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് മെഷ് ഫിൽറ്ററും ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റായി ടൈറ്റായിട്ട് ഇരിക്കുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഒരു സ്പ്രിങ്ങും യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഡിഫക്റ്റീവായ മോളിക്കുലാർ സീവ് ടൈപ്പ് ഡ്രയർ ഫിൽറ്ററാണ്. ഇത് ഒരു ഡീപ് ഫ്രീസറിലാണ് നേരത്തെ ഉപയോഗിച്ചിരുന്നത്. ആ ഡീപ് ഫ്രീസറിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് അതിൽ കൂളിംഗ് വളരെ കുറവായിരുന്നു.
അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രയറിൻ്റെ അവിടെ ഐസ് പിടിക്കുന്നത് കണ്ടു. അപ്പോൾ സാധാരണയായിട്ട് ഡ്രയർ ഫിൽറ്റർ ബ്ലോക്ക് ആകുമ്പോഴാണ് ഇതുപോലെ ഐസ് പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സിസ്റ്റം ഓഫ് ചെയ്തതിന് ശേഷം അതിലുള്ള റിഫ്രിജറൻറ്റ് റിക്കവർ ചെയ്തിട്ട് ആ ഡ്രയർ ഫിൽറ്റർ നമ്മളതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തു. ഇനി നമ്മളതിൽ പുതിയ ഡ്രയർ ഫിൽറ്ററാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. പെൻസിൽ ടൈപ്പ് ഡ്രയർ ഫിൽറ്റർ പോലെ നമ്മളിത് ബ്രേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ 2 സൈഡിലായിട്ട് 2 ഫ്ലെയർ നട്ട് കണക്ട് ചെയ്യാനുള്ള ഭാഗമുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് ഫ്ലെയർ നട്ട് കണക്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇവിടെ കാണിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള മോളിക്കുലർ സീവ് ടൈപ്പ് ഡ്രയർ ഫിൽറ്ററുകളാണ്. അതിൽ ഒന്നാമത് കാണിച്ചിരിക്കുന്നത് ബൈഫ്ലോ ഡ്രയർ ഫിൽറ്ററാണ്. ഇത് ഉപയോഗിക്കുന്നത് ഹീറ്റ് പമ്പ് അഥവാ റൂം ഹീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുള്ള എയർ കണ്ടീഷനിങ് ഡിവൈസുകളിലാണ്. ഇത്തരത്തിലുള്ള ഡ്രയർ ഫിൽറ്ററുകൾക്ക് ആരോ മാർക്ക് അല്ലെങ്കിൽ ഫ്ലോ ഡയറക്ഷൻ പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഇതിനെ ബൈഫ്ലോ ഡ്രയർ ഫിൽറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് സക്ഷൻ ലൈൻ ഡ്രയർ ഫിൽറ്ററാണ്. ഇപ്പോൾ സാധാരണയായിട്ട് ഡ്രയർ ഫിൽറ്റർ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ലൈനിലാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഡ്രയർ ഫിൽറ്ററുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സക്ഷൻ ലൈനിലാണ്. കംപ്രസറിനുള്ളിലേക്ക് കടക്കാൻ സാധ്യതയുള്ള മോയ്സ്ചറിനെയും ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും ഫിൽറ്റർ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ബേൺ ഔട്ട് ഡ്രയർ ഫിൽറ്ററാണ്. ഏതെങ്കിലും സിസ്റ്റത്തിൽ കംപ്രസർ ബേൺ ഔട്ട് അതല്ലെങ്കിൽ കംപ്രസറിൻ്റെ വൈൻഡിങ് കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റം മുഴുവൻ കണ്ടാമിനേറ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രയർ ഫിൽറ്ററാണ് ഇത്. നാലാമത് കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടൈപ്പ് ലിക്വിഡ് ലൈൻ ഡ്രയർ ഫിൽറ്റർ തന്നെയാണ്. അഞ്ചാമത് കൊടുത്തിരിക്കുന്നത് കോർ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡ്രയർ ഫിൽറ്ററാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രയർ ഫിൽറ്ററുകൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കോർ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അത്തരത്തിലുള്ള ഡ്രയർ ഫിൽറ്ററാണ് ഇത്. ആറാമത് കൊടുത്തിരിക്കുന്നത് റീപ്ലേസിബിൾ കോർ ഡ്രയർ ഫിൽറ്ററിൻ്റെ കോർ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ റീപ്ലേസിബിൾ കോർ ഡ്രയർ ഫിൽറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഏഴാമത് കൊടുത്തിരിക്കുന്നത് ലൂസ് കോർ ഡ്രയർ ഫിൽറ്ററാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രയർ ഫിൽറ്ററിൽ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ഡെസിക്കൻ്റ് മെറ്റീരിയൽ ലൂസായിട്ടുള്ള മെറ്റീരിയലായിരിക്കും. ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് തന്നെ സോളിഡ് കോർ ഡ്രയർ ഫിൽറ്ററാണ്. ഇനി എങ്ങനെയാണ് ഒരു ഡ്രയർ ഫിൽറ്റർ ഡിഫക്റ്റീവ് ആകുന്നതെന്നും അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നും അതിൻ്റെ പരിഹാരം എന്താണെന്നും നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു AC സിസ്റ്റത്തിലെ ഡ്രയർ ഫിൽറ്ററാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് കുറച്ച് വെള്ളത്തുള്ളികൾ പറ്റിയിരിക്കുന്നതായിട്ട് കാണാം. ഒരു എയർ കണ്ടീഷൻ അതല്ലെങ്കിൽ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനുള്ളിൽ ഈർപ്പമോ അതല്ലെങ്കിൽ പൊടിപടലങ്ങളോ ഒരുപാടുണ്ടെങ്കിലാണ് ഡ്രയർ ഫിൽറ്റർ ഇതുപോലെ ബ്ലോക്ക് ആകുന്നത്. ഇത് നമുക്ക് തുടക്കം തൊട്ടേ കണ്ടുപിടിക്കാൻ സാധിക്കും. സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രയറിൽ തൊട്ട് നോക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ചൂടുണ്ടെങ്കിൽ ആ ഡ്രയർ ഓക്കെയാണ്. അത് ഒരല്പം തണുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ബ്ലോക്ക് ആകാൻ തുടങ്ങി എന്നാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ ഡ്രയറിൽ തൊട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. ഇനി ഡ്രയറിൻ്റെ പുറത്ത് ഐസ് കട്ട പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ നല്ലപോലെ ബ്ലോക്ക് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ സിസ്റ്റത്തിനുള്ളിലെ റെഫ്രിജറൻറ്റ് ആദ്യം റിക്കവർ ചെയ്യുക എന്നാണ്. അല്ലെങ്കിൽ ഡ്രയർ മാറ്റാൻ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തിൽ നിന്നും റെഫ്രിജറൻറ്റ് ഗ്യാസ് മൊത്തം ലീക്കായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ആദ്യം ഒരു സർവീസ് സിലിണ്ടറിലേക്ക് റെഫ്രിജറൻറ്റ് റിക്കവർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഡ്രയർ റീപ്ലേസ് ചെയ്യുക. അതിൽ വെച്ചിരിക്കുന്നത് ഏത് ടൈപ്പ് ഡ്രയറാണോ അതേ ടൈപ്പ് ഡ്രയർ തന്നെയാണ് നമ്മൾ ആ സിസ്റ്റത്തിൽ വീണ്ടും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഡ്രയറുകളെ പറ്റി പറയാനുള്ളത്. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ ഫീൽഡിലുള്ള പുതിയ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.